ഒരു കാലത്ത് ലോക ജനാധിപത്യത്തിന് മാതൃകയായി എടുത്തുകാണിക്കാൻ ഒരു മതേതര ഇന്ത്യയുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയൊരു തുടക്കം കുറിക്കുമ്പോൾ തന്നെ വ്യക്തമാകുന്ന ഒന്നാണ്, ഇന്ത്യ ഈയിടെയായി ഒരു പെരുമയെ സ്വയം കൈവെടിഞ്ഞ് അതിൻ്റെ നേർ എതിർ ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന വസ്തുത. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ദീർഘകാലം കാത്തുസൂക്ഷിച്ച ജനാധിപത്യ മതേതരത്വ കെട്ടുറപ്പിന് ആദ്യമായി ഏറ്റ കനത്ത പ്രഹരം 1975 അന്നത്തെ ഭരണാധികാരികൾ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയായിരുന്നു എന്നത് ഇന്ന് ഏതാണ്ട് എല്ലാവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. തെളിച്ചു പറഞ്ഞാൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന ലോകം കണ്ട മഹാപ്രതിഭയായിരുന്ന ഒരു ചിന്തകൻ്റെ വിയോഗത്തോടെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിനും ക്രമേണ മതേതര ചിന്തകൾക്കും ബലക്ഷയം സംഭവിച്ചു തുടങ്ങിയത്. പക്ഷേ അത് ഒരു അടിയന്തരാവസ്ഥ എന്ന കൈയബദ്ധം കൊണ്ട് മാത്രം സംഭവിച്ച ഒന്നല്ലായിരുന്നു. അങ്ങനെ വിലയിരുത്താൻ കാരണം, അധികം നീണ്ടുപോയി ഇന്ത്യൻ ജനാധിപത്യം പൂർണ്ണ അന്ധകാരത്തിൽ മുഴുകും മുമ്പേ അന്നത്തെ ഭരണാധികാരികൾക്ക് തന്നെ അടിയന്തരാവസ്ഥ പിൻവലിച്ച് ജനാധിപത്യത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു എന്നതുകൊണ്ടാണ്. എന്നാൽ പോലും ഒരു ഏകാധിപത്യ ഭരണപ്രവണത പരീക്ഷിക്കാൻ ഇടയായി എന്ന ഒറ്റക്കാരണത്താൽ ആ കാലഘട്ടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇരുളടഞ്ഞതു തന്നെയായിരുന്നു. എന്നാൽ എളുപ്പത്തിൽ ആ ദുരന്തകാലത്തിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞ ഇന്ത്യക്ക് 1990കളുടെ തുടക്കം വരെ വീണ്ടും ഇന്ത്യയുടെ പഴയ പ്രതാപം നിലനിർത്താനായി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെറ്റിന് അവർ തന്നെ നടത്തിയ പ്രായശ്ചിത്തമായാണ് പിന്നീട് കുറച്ചുകാലം കാണാനിടയായത്. എന്നാൽ വീണ്ടും അടിതെറ്റിയ മതേതര ജനാധിപത്യത്തിനേറ്റ രണ്ടാം തിരുമുറിവായി 1992 ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയും വർഗീയ കലാപങ്ങൾ ഉത്തരേന്ത്യയിൽ പലയിടത്തും പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തതോടെ ഇന്ത്യ അതിൻ്റെ ഭൂതകാലത്തെ തിരസ്കരിക്കാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. അന്നും ഭരണം കൈയാളിയിരുന്നവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കക്ഷി തന്നെ എന്നത് ദൗർഭാഗ്യകരമായ വിരോധാഭാസമായി കരുതാം. ആ മുറിവിൻ്റെ പരുക്കിൽ നിന്ന് മോചനം നേടാൻ പിന്നീട് ഇന്ത്യൻ ജനാധിപത്യത്തിനായില്ല. കാരണം അപ്പോഴേക്കും ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന ഇടങ്ങളിലെല്ലാം ജനങ്ങളിൽ മാനസികമായ അകൽച്ചയും സാമുദായികമായ വേർതിരിവുകളും വളർന്നുകൊണ്ടിരുന്നു. ആ ശൂന്യതയിലേക്കാണ് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കടന്നുകയറ്റം സംഭവിക്കുന്നത്. പിന്നീടുണ്ടായതൊക്കെ സമീപകാല വെറുപ്പുൽപാദന രാഷ്ട്രീയത്തിൻ്റെ വിജയകരമായ ചരിത്രമാണെന്ന് പറയേണ്ടി വരും. ഇന്ത്യക്കൊരിക്കലും ആയിത്തീരാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന സവർണ ഫാസിസത്തിലേക്കുള്ള ചുവടുമാറ്റം എത്ര എളുപ്പത്തിലാണ് പിന്നീട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ദേശീയ മതേതര പാർട്ടികളുടെ കൈപ്പിഴകൾ മൂലം സംഭവിച്ചു തിരുമുറിവുകളുടെ എല്ലാം ഗുണഭോക്താക്കളാകാൻ ഹിന്ദുത്വ തീവ്രവർഗീയ ശക്തികൾക്ക് നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്തു. ആ അനുകൂല സാഹചര്യം ശരിക്കും അവർക്ക് ഒത്തുവന്നത് അടൽ ബിഹാരി വാജ്പേയിക്കും ശേഷം ഹിന്ദുത്വ മേൽവിലാസത്തിൽ ഭരണം കൈയാളിയ നരേന്ദ്രമോദി അമിത്ഷാ ഭരണാധികാരിയുടെ കാലങ്ങളിലാണ്. പിന്നിട്ട 2 ടേമുകളിലായി ലഭിച്ച ഭരണത്തിൻ്റെ പിൻബലത്തിൽ അവർ ശരിക്കും അതാഘോഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ മുറിവുകൾ ഉണക്കലിൻ്റെ കാലമേ അല്ല. ജനാധിപത്യത്തിനും മതേതരത്വത്തിനും സാഹോദര്യത്തിനും കൂടുതൽ പരിക്കേൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ അവശേഷിപ്പിച്ചിരുന്ന ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങളെല്ലാം കടന്നാക്രമിക്കുന്ന രണോത്സുക മുന്നേറ്റമാണ് അവർ കാഴ്ചവെക്കുന്നത്. സോഷ്യലിസം, മതേതരത്വം എന്ന ഭരണഘടനയിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന പദപ്രയോഗങ്ങൾ പോലും എടുത്തു കളയണമെന്ന ശക്തമായ വാദത്തിലേക്ക് അവർ ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. പശുമാംസം കൈവശം വെച്ചു എന്ന വ്യാജാരോപണം നടത്തി ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ നടുറോഡിലിട്ട് തല്ലിച്ചതച്ചും കൊലപ്പെടുത്തിയും അവർ നടത്തിയ തിരുമുറിവുകളുടെ ഘോഷയാത്രയ ഇന്ത്യൻ ജുഡീഷ്യറി അടക്കമുള്ള നിയമവ്യവസ്ഥകളെയെല്ലാം നിസ്സംഗരായി നോക്കി നിൽക്കുകയായിരുന്നു. അത്തരം പൈശാചികളൊന്നും തങ്ങളെ ബാധിക്കുകയില്ലെന്ന മൂഢധാരണ വെച്ച് പുലർത്തിയിരുന്ന മറ്റൊരു ന്യൂനപക്ഷ സംഘടനയുടെ വക്താക്കൾ ഭരണകൂടത്തിൻ്റെ ഈ വംശീയ ഫാസിസ്റ്റ് സമീപനത്തെ കണ്ടില്ലെന്ന് നടിച്ചു. ഏറ്റവും ഒടുവിൽ ആ വിഭാഗത്തിലെ വിശ്വാസികളായ സ്ത്രീകൾക്ക് പോലും അവരുടെ മതാചാരപ്രകാരമുള്ള വസ്ത്രം ധരിച്ച് ഉത്തരേന്ത്യൻ നഗരങ്ങളുടെ പല ഭാഗങ്ങളിലൂടെയും സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വന്നെത്തി.
അവരുടെ വേദഗ്രന്ഥം കയ്യിൽ പിടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉത്തരേന്ത്യയിൽ സംജാതമായി കഴിഞ്ഞുവെന്ന് അവരുടെ നേതാക്കൾ തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ തങ്ങളുടെ പ്രതിനിധികളെ രക്ഷിക്കാൻ ഫാസിസ്റ്റ് ഭരണകൂടം ഒപ്പമുണ്ടാകില്ലെന്ന വലിയ തിരിച്ചറിവ് അവർക്കുണ്ടായി. ഇന്ത്യയിലുടനീളം മതന്യൂനപക്ഷങ്ങളെല്ലാം വർഗീയ ഫാസിസത്തിൻ്റെ ഇരകളായിത്തീരുന്നുവെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. ഫാസിസം ശത്രുപട്ടികയിൽ പേര് ചേർക്കപ്പെട്ടവരെയെല്ലാം അവർ ഊഴമനുസരിച്ച് വേട്ടയാടുക തന്നെ ചെയ്യും എന്നതിൻ്റെ മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയെല്ലാം ഇവർക്ക് ഇന്ത്യയിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ മുഴുവൻ പിന്തുണയൊന്നും വേണമെന്നില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ ഇവർ സമർത്ഥമായി എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അതിലേറ്റവും പ്രധാനമാണ് ഒരു പരിധിവരെ ജുഡീഷ്യറിയെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏതാണ്ട് മുഴുവനായും വരുതിയിലാക്കാൻ കഴിഞ്ഞത്. ഈ തിരുമുറിവുകളുടെ ആഴം വർദ്ധിപ്പിക്കാൻ അതിലൂടെ അവർക്ക് നിഷ്പ്രയാസം സാധിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മുംബൈ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്ന ഒരു വിധി പ്രസ്താവം ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഗസയിൽ ദുരിതമനുഭവിക്കുന്ന ലോകത്തിലെ ഏറ്റവും നിസ്സഹായരായ മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് റാലി നടത്താൻ CPM ആവശ്യപ്പെട്ടതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുംബൈ ഹൈക്കോടതിയിൽ നിന്ന് വന്ന ചോദ്യം എന്താണെന്നോ? സ്വന്തം നാട്ടിലെ അല്ലറ ചില്ലറ കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ മതിയല്ലേ? ആയിരക്കണക്കിന് മൈൽ ദൂരമുള്ള മറ്റൊരു രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടുത്തെ തെരുവുകൾ നിങ്ങളെന്തിനുപയോഗിക്കുന്നു എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഇത്രയ്ക്കും മാനവിക വിരുദ്ധമായ ചോദ്യങ്ങൾ ഒരു സമ്പൂർണ്ണ ജനാധിപത്യ രാജ്യത്തിൻ്റെ നീതിന്യായ കാവൽക്കാരിൽ നിന്നുണ്ടാവുകയും ഭരണകൂടം അതിൽ സന്തുഷ്ടരാവുകയും ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം കൊട്ടിഘോഷിക്കപ്പെട്ട ഇന്ത്യൻ ജനാധിപത്യ മതേതരത്വത്തിൻ്റെ മരണമണി മുഴങ്ങിക്കഴിഞ്ഞു എന്നാണ്. താൽക്കാലിക നേട്ടത്തിന് വേണ്ടി മതേതരത്വ നയങ്ങളെ ചോദ്യം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചവർക്കും ഇപ്പോൾ ഈ വിപത്തിനെ ചെറുക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്കും കരുത്തുറ്റ പ്രതിരോധ ശക്തികളാവാൻ കഴിയുന്നില്ല എന്നതാണ് ഇന്ത്യൻ ജനാധിപത്യം അനുഭവിക്കുന്ന വർത്തമാനകാല ദുരന്തം.